Dear students, chemistry ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്താണ് കെമിസ്ട്രി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആൻസർ എന്താണ്? നമുക്കറിയാം, നിങ്ങൾ പറയും കെമിക്കൽ റിയാക്ഷനെ പറ്റിയുള്ള പഠനമാണ് കെമിസ്ട്രി എന്ന് പറയും. എന്താ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്നുണ്ട്. ഈ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറുന്ന സമയത്ത് ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ചേഞ്ചസുകളുടെ പഠനമാണ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഒരു കെമിസ്റ്റ് ഒരു കെമിക്കൽ റിയാക്ഷൻ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായും 3 കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, ആ റിയാക്ഷൻ്റെ ഫീസിബിലിറ്റിയെ പറ്റി അദ്ദേഹം ഒബ്സർവ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമോഡൈനാമിക്സിൽ ഡെൽറ്റ ജി നെഗറ്റീവായ റിയാക്ഷൻസ് മാത്രമേ ഫീസിബിൾ ആവുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം, എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ. നമ്മൾ ഇക്വിലിബ്രിയത്തിൽ എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷനെ പറ്റി കൃത്യമായി പഠിച്ചതാണ്. ഇനി മൂന്നാമത്തെ, ഈ 2 ഫാക്ടറിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു ഫാക്ടറാണ് ദ സ്പീഡ് ഓർ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിലും സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് കെമിസ്ട്രിയിലും സമയത്തിനുള്ളത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയിൽ സമയത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ചാപ്റ്റർ പഠിക്കാം. ദ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് കെമിക്കൽ കൈനറ്റിക്സ്. ഈ കൈനസിസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മൂവ്മെൻറ്റ് എന്നാണ്. നമ്മൾ മലയാളത്തിൽ ഇതിന് രാസഗതികം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെമിസ്ട്രിയിൽ എത്രത്തോളമാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന വാക്കിന് പ്രാധാന്യമുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യണം, വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്? എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പോലെ തന്നെ കെമിക്കൽ കൈനറ്റിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് the rate of chemical reaction and factors influencing chemical reaction and about the mechanism of chemical reaction. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളെ പറ്റിയുള്ള പഠനമാണ്. ഒന്നാമത്തത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിക്കുന്ന പഠനമാണ്. രണ്ടാമത്തത് ഒരു കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തത് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ മെക്കാനിസം എന്താണ് എന്ന് പഠിക്കുന്നത് കൂടിയാണ് കെമിക്കൽ കൈനറ്റിക്സ്. 3 കാര്യങ്ങൾ: റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കെമിക്കൽ റിയാക്ഷൻ ആൻഡ് അബൌട്ട് ദി മെക്കാനിസം ഓഫ് കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ മെക്കാനിസം പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നടന്നത് എന്ന് കൃത്യമായി പറയാൻ പറ്റും മെക്കാനിസം പഠിച്ചാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പഠനമാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ളത്. സോ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി of rate of chemical reaction and factors influencing the chemical reaction and about the mechanism of chemical reaction എന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ 3 കാര്യങ്ങളെപ്പറ്റി വിശദമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ള ഫാക്ടർ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇതുവരെ ഒരുപാട് കെമിക്കൽ റിയാക്ഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എല്ലാ കെമിക്കൽ റിയാക്ഷനും ഒരേ സ്പീഡിലാണോ നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പഠിച്ച എല്ലാ കെമിക്കൽ റിയാക്ഷനും ഒരേ സ്പീഡിലാണോ നടക്കുന്നത്? അല്ല. ഇപ്പോൾ നോക്കൂ, അതനുസരിച്ച് നമ്മൾ കെമിക്കൽ റിയാക്ഷനെ 3ആയി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എത്രത്തോളം സ്പീഡിലാണ് നടക്കുന്നത് എന്നതിൻ്റെ ബേസിൽ വി ക്യാൻ ക്ലാസിഫൈ കെമിക്കൽ റിയാക്ഷൻ ഇൻടു 3 ടൈപ്പ്. ഒന്ന്, വെരി ഫാസ്റ്റ് റിയാക്ഷൻ. Number 1 is very fast reaction. Number 2 is very slow reaction. Number 3 is moderately slow reaction. എന്നിങ്ങനെ 3ആയി നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. വെരി ഫാസ്റ്റ് റിയാക്ഷന് എക്സാമ്പിളാണ്, നമ്മൾ ലാബിൽ പോയിട്ട് ഒരു ടെസ്റ്റ് ട്യൂബിൽ സിൽവർ നൈട്രേറ്റ് എടുത്തിട്ടുണ്ട്.
ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്ത ആ നിമിഷം തന്നെ നമുക്ക് കാണാൻ പറ്റും സിൽവർ ക്ലോറൈഡിൻ്റെ വൈറ്റ് കേർഡി പ്രിസിപ്പിറ്റേറ്റ് അവിടെ ഉണ്ടായിട്ടുള്ളത് കാണാൻ പറ്റി. പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കാൽഷ്യം കാർബണേറ്റിലേക്ക് ഡൈല്യൂട്ട് HCl നമ്മൾ ആഡ് ചെയ്യുന്നു. ആ നിമിഷം തന്നെ ആ ടെസ്റ്റ് ട്യൂബിൽ ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടാവുന്നത് കാണാൻ പറ്റി. കാരണം ഇത് വളരെ ഫാസ്റ്റ് നടക്കുന്ന റിയാക്ഷനാണ്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ വെരി സ്ലോ റിയാക്ഷനാണ്. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷൻ നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയൺ പഠിച്ചു. ഈ റസ്റ്റിംഗ് ഓഫ് അയൺ നടക്കണമെങ്കിൽ വളരെ സമയം, കുറേ കൊല്ലങ്ങൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾ കൊണ്ടായിരിക്കും റസ്റ്റിംഗ് ഓഫ് അയൺ നടക്കുന്നത്. അപ്പോൾ അതൊരു വെരി സ്ലോ റിയാക്ഷനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ അടിയിൽ കോൾ ഉണ്ടാവുന്നത്, പെട്രോളിയം ഉണ്ടാവുന്നത്, അതൊക്കെ തന്നെ വെരി സ്ലോ റിയാക്ഷന് എക്സാമ്പിളാണ്. ഇനി ഈ രണ്ട് റിയാക്ഷനെ, വെരി ഫാസ്റ്റിൻ്റെയും വെരി സ്ലോ റിയാക്ഷനെയും ഇടയ്ക്കുള്ള റിയാക്ഷൻസ് ഉണ്ട്. മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷനാണ്. ആ റിയാക്ഷന് എക്സാമ്പിളാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. കെയിൻ ഷുഗറിൽ, കെയിൻ ഷുഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാവുന്ന ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ഒരു മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷന് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ പഠിച്ചു റിയാക്ഷൻ്റെ സ്പീഡ് അനുസരിച്ച് കെമിക്കൽ റിയാക്ഷനെ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്യാറുണ്ട്. നമ്പർ 1 as very fast reaction, എക്സാമ്പിൾ ഓർമ്മിക്കുക. വെരി സ്ലോ റിയാക്ഷൻ. നമ്പർ 3 as moderately slow reactions എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്താണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന്. റേറ്റ് എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് പണ്ട് പരിചയമാണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ സംതിങ് ചേഞ്ചസ് ഇൻ എ പെർട്ടിക്കുലർ ടൈം. എന്തോ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ചേഞ്ചസ് നടക്കുന്നു ഇത്ര സമയത്തിനുള്ളിൽ. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നോക്കൂ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ ആർ ഗീവ്സ് പി എന്ന കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യും. ഈ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ലാബിൽ പോയിട്ട് ക്യാരി ഔട്ട് ചെയ്യാണ്. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെ റിയാക്റ്റൻ്റ് മോളിക്യൂൾ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, അങ്ങനെ പുതിയൊരു പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാബിൽ പോയിട്ട് ആ T1 ടൈം, ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ സപ്പോസ് ദ ടൈമേഴ്സ് T1, ആ T1 ടൈമിൽ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്തു. ആ കോൺസെൻട്രേഷൻ ലെറ്റ് ഇറ്റ് ബി R1. കോൺസെൻട്രേഷൻ നമുക്ക് എഴുതാൻ അറിയാം, സ്ക്വയർ ബ്രാക്കറ്റിൽ R എന്നെഴുതി 1, അപ്പോൾ R1 എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി അതേ റിയാക്ഷൻ്റെ തന്നെ ടൈം T2 നമ്മൾ കോൺസെൻട്രേഷൻ മെഷർ ചെയ്തു. ആ കോൺസെൻട്രേഷൻ R2 ആണ് എന്ന് കൺസിഡർ ചെയ്യൂ. സോ T1 കോൺസെൻട്രേഷൻ R1 ആണ്, T2 കോൺസെൻട്രേഷൻ R2 ആണ്. അപ്പോൾ നോക്കൂ, എന്താണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ? നമുക്കറിയാം റിയാക്ഷൻ നടക്കുമ്പോൾ കോൺസെൻട്രേഷന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ? നമുക്കറിയാം നമ്മൾ ചേഞ്ച് റെപ്രസെൻ്റ് ചെയ്യാൻ ഡെൽറ്റ എന്നത് ഉപയോഗിക്കാറുണ്ട്. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു, എപ്പോഴും ചേഞ്ച് പറയുമ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറ്. അതുകൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R1 ആണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വരുന്നത്. അതേപോലെ ചേഞ്ച് ഇൻ ടൈം എന്താണ്? ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു T2 മൈനസ് T1 ആണ്. അപ്പോൾ എന്താണ് റേറ്റ് എന്ന് ചോദിച്ചാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇവിടെ റേറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? R ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 ആണ്. നിങ്ങൾക്ക് അറിയുണ്ടാവും ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് R2 R1-നേക്കാൾ കുറവായിരിക്കും. കാരണം റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ആ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് R2-ൻ്റെ കോൺസെൻട്രേഷൻ R1-നേക്കാൾ കുറയും.
അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ അത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ ഡെൽറ്റ ആർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾവേസ് പോസിറ്റീവ് ആവും. അതുകൊണ്ട് നെഗറ്റീവ് ഓഫ് ഡെൽറ്റ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതുകൊണ്ട് റേറ്റ് എപ്പോഴും പോസിറ്റീവിലേ നമ്മൾ പറയാറുള്ളൂ. സോ റേറ്റ് in terms of concentration is equal to minus delta R by delta T എന്ന് കിട്ടി. അപ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ് in terms of concentration of reactant as change in concentration divided by time taken ആണ്. ഇനി ഇതേപോലെ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ടേമിൽ നമുക്ക് റിയാക്ഷൻ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നു, അവിടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. T1 ടൈമിൽ P1 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, അത്രയും പ്രൊഡക്റ്റ് അവിടെ ഫോം, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റേഴ്സ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം P1. T2 ടൈമിൽ കോൺസെൻട്രേഷൻ P2 ആയിട്ട് മാറിയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് P2 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇവിടെ ആരുടെ കോൺസെൻട്രേഷനാണ് കൂടുതലുണ്ടാവുക? P1-ൻ്റെ ആണോ P2-ൻ്റെ ആണോ കോൺസെൻട്രേഷൻ കൂടുക? നമുക്കറിയാം, റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും P2-ൻ്റെ കോൺസെൻട്രേഷൻ P1-നേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് ഡെൽറ്റ പി എന്ന് എഴുതാൻ നമ്മൾ നോക്കൂ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് P2 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് P1 ആണ് ഡെൽറ്റ പി. അതുപോലെ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു T2 മൈനസ് T1 ആണ് ഡെൽറ്റ ടി വരുന്നത്. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് പ്രൊഡക്റ്റ് ആർ, റേറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആറിലാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു P2 minus P, concentration of P2 minus concentration of P1 divided by T2 minus T1, which is equal to delta P divided by delta T ആണ്. So rate R is equal to delta P divided by delta T ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്ന്, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ബേസിലും റേറ്റ് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേമിലും റേറ്റ് മെഷർ ചെയ്യാൻ പറ്റും. സോ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് റിയാക്റ്റൻറ്റ് or product with respect to time എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ഇക്വേഷനായിട്ട് എഴുതണം, റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ or increase in concentration of product divided by time taken. സോ അടുത്തതായി നമുക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താ ഡിസ്കസ് ചെയ്യണം. എന്താണ് ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. സോ നമുക്ക് പഠിച്ചു, റേറ്റ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. എന്താ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? നിങ്ങൾക്കറിയാം, കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ ആണ്. ടൈം ടേക്കൺ, ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. സോ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ശ്രദ്ധിക്കാം, റേറ്റിൻ്റെ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സപ്പോസ് നോക്കൂ, നമ്മളുടെ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണ് എങ്കിൽ നമ്മൾ മോൾസ് പെർ ലിറ്ററിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നു ATM, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ATM എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. സോ യൂണിറ്റ് ബിക്കംസ് ATM സെക്കൻഡ് ഇൻവേഴ്സ് എന്നായിട്ട് മാറും. സോ ഗേഷ്യസ് പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റ് ഒക്കെ ആണെങ്കിൽ യൂണിറ്റ് ATM സെക്കൻഡ് ഇൻവേഴ്സ് എന്നും, അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. നമ്മൾ സാധാരണയായിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്.
ഒന്ന് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിട്ടും പറയാറുണ്ട്, രണ്ടാമത്തത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിട്ടും പറയാറുണ്ട്. ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷനും ഉണ്ട്. നമ്മൾ ഇതുവരെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആർ ഗീവ്സ് പി എന്ന റിയാക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സപ്പോസ് T1 10 സെക്കൻഡ് എടുത്തു, T2 25 സെക്കൻഡ് എടുത്തു. ആ T1 10 സെക്കൻഡിനും 25 സെക്കൻഡിനും ഇടയ്ക്കുള്ള കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് നമ്മൾ ഡെൽറ്റ ആർ എന്നെടുത്തു. സോ വി ക്യാൻ എക്സ്പ്രസ് ഇറ്റ് ആസ് ആർ ആവറേജ് എന്നിവിടെ ആർ എ ബി ആർ എന്ന് എഴുതി കഴിഞ്ഞാൽ ആവറേജ് ആണ്, മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ ദാറ്റ് ചേഞ്ച് ഇസ് കോൾഡ് ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, 10 സെക്കൻഡിനും 25 സെക്കൻഡിനും ഇടയ്ക്ക് എത്ര ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഉണ്ടായി, അതെടുത്ത സമയം എത്രയാണ് എന്ന് പറയുന്നതാണ് ആ റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ആവറേജ് റേറ്റ് തന്നെയാണോ റിയാക്ഷൻ അവസാനിക്കുമ്പോൾ ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ, ഒരു റിയാക്ഷൻ എപ്പോഴും ഒരേ സ്പീഡിലാണോ നടക്കുന്നത്? അല്ലല്ലോ. ഇപ്പം നമ്മൾ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കും, പക്ഷെ ക്ലാസ് അവസാനമാകുമ്പോഴേക്കും നമുക്ക് ശ്രദ്ധ കുറയാറില്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ തുടങ്ങുമ്പോൾ റിയാക്ഷൻ റേറ്റ് എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കും. കാരണം കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് റിയാക്ഷൻ റേറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷെ അവസാനിക്കാനാകുമ്പോഴേക്കും നമ്പർ ഓഫ് റിയാക്ടിങ് പാർട്ടിക്കിൾ കുറയുന്നുണ്ട്, അതുകൊണ്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ സ്ലോ ആണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ആവറേജ് റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു റിയാക്ഷൻ്റെ കൃത്യമായ റേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ചേഞ്ച് ചെയ്യുന്തോറും ആവറേജ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ളത് കൊണ്ട് നമുക്ക് കൃത്യമായ റിയാക്ഷൻ്റെ റേറ്റിനെ പറ്റി ഒരു അവയർനെസ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഈ ഇൻസ്റ്റന്റേനിയസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും വാട്ട് ഈസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. സോ ദ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇസ് എ റേറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ അപ്പോഴുള്ള റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ് എന്ന് പഠിക്കുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അറ്റ് ടൈം 10 സെക്കൻഡിൽ ആ റിയാക്ഷൻ്റെ റേറ്റ് എന്താണ് എന്ന് പഠിച്ചാൽ അതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അല്ലെങ്കിൽ 30 സെക്കൻഡിൽ ആ റിയാക്ഷൻ്റെ റേറ്റിനെ പറ്റി പഠിച്ചാൽ അത് ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷനായി. മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ 30നും 50നും ഇടയ്ക്കുള്ള റേറ്റ് ഓഫ് റിയാക്ഷൻ പഠിക്കുകയാണെങ്കിൽ അത് ആവറേജ് റേറ്റായി. ഡെൽറ്റ ടി ടെൻസ് ടു 0 ആയി കഴിഞ്ഞു. നോക്കൂ, 35 സെക്കൻഡിൽ ആ റിയാക്ഷൻ്റെ റേറ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറി? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷനായി മാറി. ആ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ റിയാക്ഷൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആവറേജ് റേറ്റിൽ മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ആണ്. ഈ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു അത് ആർ ഇൻസ്റ്റന്റേനിയസ് ആയി. സോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി. അപ്പം നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡി ആർ മൈനസ് ഡി ആർ ബൈ ഡി ടി എന്ന് ഉപയോഗിക്കുന്നു. അപ്പം രണ്ടും തമ്മിലുള്ള വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആവണമെങ്കിൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആവണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കണം ദ മെഷർമെൻറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. നമ്മൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് പഠിക്കണം. അതിനുള്ള മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. സോ ആദ്യം അതിൽ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നു, ലാബിൽ പോകുന്നു. ലാബിൽ പോയിട്ട് ഓരോ ടൈം T1 ടൈമിൽ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നോക്കുന്നു, T2 ടൈമിലെ കോൺസെൻട്രേഷൻ നോക്കുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈം ഒരു കോളത്തിലാക്കി വെച്ചു. അതിൻ്റെ കോൺസെൻട്രേഷൻ രണ്ടാമത്തെ കോളത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു.
റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ മെഷർ ചെയ്തു, അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ആർ വൈ ആക്സിസിലും ടൈം നമ്മൾ എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ടൈം കൂടുന്തോറും റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. നമ്മൾ കൃത്യമായി വരച്ചു നോക്കിയാൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഗ്രാഫിൽ ഒരു ടൈം T1 ടൈം എടുത്തു. ആ T1 ടൈമിലെ കോൺസെൻട്രേഷൻ കറസ്പോണ്ടിങ് കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി R1 ആണെന്ന് കിട്ടി. ഇനി T2 ടൈമിലെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടി R2 ആണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് R ആവറേജ് വരുന്നത്? നമുക്കറിയാം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. സോ വി ക്യാൻ റൈറ്റ് R average is equal to minus delta R by delta T. ഇത് മെഷർ ചെയ്യുക. ഡെൽറ്റ ആർ നമുക്ക് ഇവിടുന്ന് കിട്ടും, ഡെൽറ്റ ടി നമുക്ക് ഇവിടുന്ന് കിട്ടും. സോ minus delta R by delta T is equal to minus of concentration of R2 minus R1 divided by T2 minus T1. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് ഏതൊരു റിയാക്ഷൻ്റെയും ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ മെഷർ ചെയ്തത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ഇനി നമ്മൾ അടുത്ത റിയാക്ഷൻ തന്നെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ ടൈമും തമ്മിൽ നമ്മൾ കോളം വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനാണ്, രണ്ടാമത്തെ കോളത്തിൽ ടൈം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വാല്യൂസ് ഉപയോഗിച്ച് ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്തു. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വൈ ആക്സിസിലും ടൈം നമ്മൾ എക്സ് ആക്സിസിലുമാണ് പ്ലോട്ട് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ T1 ടൈമിൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ P1 ആയിരുന്നു. T2 ടൈമിൽ കോൺസെൻട്രേഷൻ നമ്മൾ P2 ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും R average is equal to P2 minus concentration of P2 minus concentration of P1 divided by T2 minus T1 or R average is equal to നമുക്ക് കിട്ടും delta P divided by delta T എന്ന് നമുക്ക് ഗ്രാഫിൽ നിന്നും കൃത്യമായി മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ മെത്തേഡാണ്. ഏതൊരു കെമിക്കൽ റിയാക്ഷൻ്റെയും ആവറേജ് റേറ്റ് നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് കൂടെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. സോ അടുത്തതായി നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ മെഷർ ചെയ്യുക എന്ന് പഠിക്കണം. സോ വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ? is a rate of reaction at a particular instant of time. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത കെമിക്കൽ റിയാക്ഷൻ്റെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്, കോൺസെൻട്രേഷൻ ടൈമും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അത് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. റിയാക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വൈ ആക്സിസിലും ടൈം അലോങ് എക്സ് ആക്സിസിലും നമ്മളൊരു കർവ് പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് കർവ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം എടുത്തു. ലെറ്റ് ഇറ്റ് ബി ടി എന്ന ടൈം എടുത്തു. ആ ടൈമിൽ ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തു. ആ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കർവിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അത് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ കർവിനൊരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ആ ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് നമ്മൾ മെഷർ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം സ്ലോപ്പ് ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ആണ് വരിക, വൈ ബൈ എക്സ്. സോ ആർ ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി. നിങ്ങൾക്കറിയാം ഇത് കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് അത് മൈനസ് സ്ലോപ്പ് ആയിരിക്കും. സോ ഇവിടെ ആർ ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം നമ്മളിവിടെ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് ടൈം ഗ്രാഫാണ് വരച്ചിട്ടുള്ളത് എന്നത്. നിങ്ങൾ ചെയ്തു നോക്കൂ. പ്രൊഡക്റ്റിൻ്റെ ടേമിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആർ ഇൻസ്റ്റൻറ്റേനിയസ് കാൽക്കുലേറ്റ് ചെയ്യുക? നോക്കൂ, നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ വൈ ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്തു, ടൈം അലോങ് എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കർവ് വരച്ചു. ഇതേപോലെ ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ എടുത്തു. ആ ടൈമിൽ ഒരു പോയിന്റ് ഇവിടെ ക്യൂ എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അതിലൂടെ ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്.
ഈ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് നമ്മൾ മെഷർ ചെയ്തു. സോ ഡി പി ബൈ ഡി ടി ആണ്. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു വൈ ബൈ എക്സ് ആണ്. സോ ആർ ഇൻസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ആണ്. ബിക്കോസ് കർവിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ട് സ്ലോപ്പ് പോസിറ്റീവ് ആണ് ഇവിടെ. അപ്പോൾ സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ വരച്ചിരിക്കുന്നത് അവിടെ പ്രൊഡക്റ്റിൻ്റെ ടേമിലാണ് എന്നും, സ്ലോപ്പ് നെഗറ്റീവ് ആണ് എങ്കിൽ നമ്മൾ അവിടെ കർവ് വരച്ചിരിക്കുന്നത് റിയാക്റ്റിൻ്റെ ടേമിലാണ് എന്നും തിരിച്ചും നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നോക്കൂ, നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടെയാണ് ടാൻജൻറ്റ് വരയ്ക്കുന്നത് എങ്കിൽ കോൺസെൻട്രേഷൻ ഡെൽറ്റ ആർ കൂടുതലും ടൈം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇവിടെ ഫാസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുതലായിരിക്കും. ഇനി ഇവിടെയാണ് സ്ലോപ്പ് വരയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ അവിടെ കുറവാണ് എന്ന കാര്യവും ഈ കർവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം റേറ്റ് ഓഫ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ് എന്നും, പക്ഷേ എൻഡ് ചെയ്യാനാകുമ്പോഴേക്കും റേറ്റ് ഓഫ് റിയാക്ഷൻ കുറയുന്നു എന്നും നമുക്കിവിടുന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷനും ഇൻസ്റ്റൻസ് റേറ്റ് ഓഫ് റിയാക്ഷനും എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്ന് കൃത്യമായി നമ്മൾ പഠിച്ചു. സോ മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണം. സോ അടുത്തതായിട്ട് എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പഠിക്കണം. സോ എക്സ്പ്രസിങ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ റേറ്റ് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കുന്നത് രണ്ട് കേസസ് ആയിട്ടാണ്. ഒന്നാമത്തെ കേസ്, whose the stoichiometric coefficients of reactant and product are equal. റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻ്റ് ഈക്വലായ ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് അപ്പം എന്തായിരിക്കും? റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻ്റ് ഈക്വൽ അല്ലാത്ത കേസുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നു സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ ഈക്വൽ. നോക്കൂ, ഈ ഇക്വേഷൻ നോക്കൂ. PCl5 gives PCl3 plus chlorine. ഇതിലെല്ലാം 1 mole of PCl5 react to give 1 mole of PCl3 plus 1 mole of Cl2. അപ്പോൾ എല്ലാത്തിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻറ്റ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറയാം? റേറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഡെഫിനിഷൻ അറിയാം, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സോ നമുക്ക് എഴുതാം ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മൈനസ് ഡെൽറ്റ ഓഫ് PCl5, കോൺസെൻട്രേഷൻ ഓഫ് PCl5 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ഡെൽറ്റ ടി. ദിസ് ഈക്വൽ ടു, നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വരൂ, ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് PCl3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ജസ്റ്റ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് പറയുമ്പോൾ പോസിറ്റീവും റിയാക്റ്റൻ്റ് പറയുമ്പോൾ നെഗറ്റീവ് എന്ന സൈൻ ഇടാൻ മറക്കരുത്. കാരണം റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് കുറയുകയാണ് ചെയ്യുന്നത്, അതേസമയം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് വായിക്കുന്നത്, റേറ്റ് ഇസ് ഈക്വൽ ടു the rate of disappearance of PCl5 equal to rate of appearance of PCl3 equal to rate of appearance of Cl2. ഒന്നുകൂടി പറയാം, rate of disappearance of PCl5 നോക്കൂ, മൈനസ് ഡെൽറ്റ PCl5 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും വായിക്കാം, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് PCl5 ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് PCl3 ജസ്റ്റ് ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് Cl2. കൃത്യമായി മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ കൂടി നോക്കൂ നിങ്ങൾ. HgCl2 gives Hg പ്ലസ് ക്ലോറിൻ ഗ്യാസ്. ഈ റിയാക്ഷനിൽ നിങ്ങൾ ആദ്യം ഇങ്ങനെ റിയാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നോക്കണം സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻറ്റ് ഈക്വൽ ആണോ എന്ന് നോക്കുക. അപ്പോൾ എല്ലാത്തിനെയും സ്റ്റോഷ്യോമെട്രിക് കോയിഫിഷ്യൻറ്റ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം, റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എറ്റ് കോൺസെൻട്രേഷൻ ഓഫ് HgCl2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി equal to delta concentration of Hg divided by delta T
ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Cl2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. നമുക്കിത് എങ്ങനെ വായിക്കാൻ പറ്റും? ഒന്ന് വായിച്ചു നോക്കൂ. റേറ്റ് ഇസ് ഈക്വൽ ടു rate of disappearance of HgCl2 equal to rate of appearance of Hg is equal to rate of appearance of Cl2. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇത് വായിക്കുന്ന രീതിയും അറിയണം. കാരണം പ്രോബ്ലം സെക്ഷനിൽ ചിലപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് HgCl2 തന്നാൽ അത് ഇതാണ് എന്ന് മനസ്സിലാക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നമുക്ക് സെക്കൻഡ് കേസ് പഠിക്കാം. കേസ് 2. കേസ് 2ൽ നമ്മൾ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് ആർ നോട്ട് ഈക്വൽ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഈക്വൽ ആവില്ല. അപ്പോൾ റിയാക്ഷൻ തന്നിരിക്കുന്നു. 2HI gives H2 പ്ലസ് I2. നോക്കൂ, ഇവിടെ കോയിഫിഷ്യൻ 2 ആണ്, ഇവിടെ 1 ആണ്, ഇത് 1 ആണ്. അപ്പോൾ കോയിഫിഷ്യൻസ് ഈക്വൽ അല്ലാത്ത കേസാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്? റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ HI ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ I2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയാൽ ശരിയാവുമോ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. കൺസിഡർ ചെയ്യൂ. 2 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ 20 മോൾ ഓഫ് HI റിയാക്ട് ചെയ്തു. അപ്പോൾ 10 മോൾ ഓഫ് H2ഉം 10 മോൾ ഓഫ് I2ഉം ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സെക്കൻഡ്സിൽ 20 മോൾ HI റിയാക്ട് ടു ഗീവ് 10 മോൾ ഓഫ് H2 ആൻഡ് 10 മോൾ ഓഫ് I2 ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും? ഇവിടെ റേറ്റ് ഇസ് ഈക്വൽ ടു 20/2 10 ആണ്, മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് വരുന്നത്. ഇവിടെ എന്താ ഇൻ ടേംസ് ഓഫ് H2 റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താ വരിക? 10 ഡിവൈഡഡ് ബൈ 2 ആണ്, 5 ആണ് വരുന്നത്. ഇവിടെ I2ൻ്റെ ടേംസിനും 5 ആണ് വരിക. അപ്പോൾ അത് ഈക്വൽ ആയിരിക്കുമോ? നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അതിൽ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് HIയെ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് H2ഉം റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് I2വുമായി ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. വി ഹാവ് ടു ഡിവൈഡ് ഈച്ച് ടേംസ് വിത്ത് ഇറ്റ്സ് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻറ്റ്. നമ്മൾ ചെയ്യുന്നത് പ്രധാനപ്പെട്ടതാണ്. ഓരോ ടേമിനെയും അതാത് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നോക്കൂ, ഇവിടെ HIൻ്റെ സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ 2 ആണ്. അപ്പോൾ നമ്മൾ ഈ ടേമിനെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഈ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ ഇറ്റ് ഈസ് -1/2 ഇൻറ്റു ഡെൽറ്റ HI ബൈ ഡെൽറ്റ ടി. ഇവിടെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഡെൽറ്റ H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഹിയർ ഡെൽറ്റ I2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ടേമിനെയും റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഓരോ ടേമിനെയും അതാത് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ -1/2 ഇൻറ്റു ഡെൽറ്റ HI ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡെൽറ്റ I2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതണം. കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നിങ്ങൾ ചെയ്തു നോക്കൂ. നമ്പർ 2NH3 gives N2 plus 3H2. നിങ്ങൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു, എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും പരീക്ഷ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റെ കാര്യം. നോക്കൂ, ഇവിടെ 2 ആണ്, 1 ആണ്, 3 ആണ് എന്ന് പറഞ്ഞാൽ അവർ ഈക്വൽ അല്ല. ഇങ്ങനെ ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഓർമ്മിക്കുക, അതാത് സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന കാര്യം മനസ്സിൽ നല്ലോണം ശ്രദ്ധിക്കണം. സോ റേറ്റ് ഇസ് ഈക്വൽ ടു, നോക്കൂ ഇവിടെ NSCയുടെ കോയിഫിഷ്യൻ്റ് എത്രയാണ്? 2. സോ നമ്മൾ എന്ത് ചെയ്തു? 1/2 എന്നുകൊണ്ട് ഡിവൈഡ് ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ -1/2 ഇൻറ്റു ഡെൽറ്റ NS3 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു, ഇവിടെ
ഇവിടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2 ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ജസ്റ്റ് ഈക്വൽ ടു ഹൈഡ്രജന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 3 ആണ്. സോ വി ഹാവ് ടു ഡിവൈഡ് ദിസ് ബൈ 3. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളതാണ്. നമുക്കിത് എങ്ങനെ വായിക്കാൻ പറ്റുക നോക്കൂ. റേറ്റ് ഇസ് ഈക്വൽ ടു -1/2 ഇൻറ്റു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് NH3 equal to rate of appearance of N2 which is equal to 1/3 into rate of appearance of H2. ഇത് വായിക്കാൻ കൂടി പഠിക്കണം, കാരണം ചിലപ്പോൾ ആ ടേംസിലായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയാണ് എങ്കിൽ നമുക്കൊരു കോമൺ എക്സാമ്പിൾ, ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യൂ. സോ വി ഹാവ് എ റിയാക്ഷൻ AA plus BB gives CC plus DD ആണ് നമ്മുടെ റിയാക്ഷൻ എങ്കിൽ express the average rate of reaction. So we can write rate is equal to, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ കോഎഫിഷ്യന്റ്, സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് -1/A ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വിച്ച് ഇസ് ഈക്വൽ ടു -1/B ഇൻറ്റു ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നെഴുതാം. ജസ്റ്റ് അഗെയിൻ ഈക്വൽ ടു 1/C ഇൻറ്റു ഡെൽറ്റ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ജസ്റ്റ് ഈക്വൽ ടു 1/D ഇൻറ്റു ഡെൽറ്റ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നെഴുതാം. അപ്പോൾ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഈക്വൽ അല്ലെങ്കിൽ ഓരോ ടേമിനെയും അതാത് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മറന്നു പോകരുത്. ഇപ്പം നമ്മൾ പഠിച്ചത് നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എങ്ങനെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാറ്റിയാൽ മതി, ഡെൽറ്റയ്ക്ക് പകരം d/dt ചെയ്താൽ മതി. അപ്പോൾ അത് R ഇൻസ്റ്റൻറ്റേനിയസ് ആയിരിക്കും. സോ -1/A ഇൻറ്റു dA/dt which is equal to -B into dB/dt which is equal to 1/C into dC/dt which is equal to 1/D into dD/dt എന്ന് വരും. അത്ര വ്യത്യാസമുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ തരും, എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ദ പ്രോബ്ലം is, for the reaction R gives P, concentration of reactant changes from 0.03 molar to 0.02 molar in 25 minutes. Calculate the average rate of reaction in terms of minutes and seconds. ഇപ്പോൾ തന്നിട്ടുണ്ട് R gives എന്ന റിയാക്ഷനാണ്, R gives product എന്ന റിയാക്ഷനാണ്. സോ കോൺസെൻട്രേഷൻ 0.03 മൊളാറിൽ നിന്ന് 0.02 മോളാറായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 0.01 മോളാർ എന്ന് കിട്ടും. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. സോ നമ്മൾ ഡെൽറ്റ ആർ ഇപ്പോൾ റേറ്റ് എന്തായിരിക്കും നമുക്ക് കിട്ടുക? റേറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടും? റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. സോ 0.01 ഡിവൈഡഡ് ബൈ 25 മിനിറ്റ്സ് നമുക്ക് ചെയ്യുമ്പോൾ 4 × 10⁻⁻⁴ മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. കാൽക്കുലേഷൻ ചെയ്ത് നോക്കൂ. 4 × 10⁻⁻⁴ മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇനി നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് സെക്കൻഡ്സ് അതിൻ്റെ റിയാക്ഷൻ റേറ്റ് എന്തായിരിക്കും? സോ റേറ്റ് ഇസ് ഈക്വൽ ടു 0.01 × 25 × 60 ആയിട്ട് വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 6.66 × -10⁻⁻6 മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. കാൽക്കുലേഷൻ ചെയ്ത് നോക്കണം. 6.66 × 10⁻⁻6 മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ നോക്കൂ, ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ
ഇവിടെ കോൺസ്റ്റന്റ് റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് 0.01. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ചും മൈനസ് ഇടാത്തത്. കാരണം ഇത് മൈനസ് 0.01 മോളാർന്നാണ് കിട്ടുക. പക്ഷേ റേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് ദാറ്റ് മൈനസ് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആയിട്ട് മാറും. സോ റേറ്റ് ഇസ് ഈക്വൽ ടു 0.01 ഡിവൈഡ് ബൈ 25 വിച്ച് ഇസ് ഈക്വൽ ടു 4 × 10⁵ മോൾസ് പെർ ലിറ്റർ. സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതിന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ്സിലേക്ക് മാറ്റാം. സിമ്പിൾ പ്രോബ്ലം ആണ്. സോ റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ് എന്ന് മനസ്സിലാക്കും. സോ അടുത്ത പ്രോബ്ലം വായിക്കും. പ്രോബ്ലം ഇൻ എ റിയാക്ഷൻ 2A gives product. The concentration of A decreases from 0.5 moles per liter to 0.4 moles per liter in 10 minutes. Calculate the rate during this time interval. നോക്കൂ, ഇത് 2A gives product. ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് A 2 ആണ്, പ്രൊഡക്റ്റിന് നമ്മൾ 1 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത് നേരത്തെ പറഞ്ഞ കേസാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ആർ നോട്ട് ഈക്വൽ. അപ്പോൾ നമുക്ക് റേറ്റ് ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക. റേറ്റ് ഇൻ ടേംസ് ഓഫ് റിയാക്റ്റൻ്റ് ഇസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദിസ് ഈക്വൽ ടു ഡെൽറ്റ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ്. സോ 0.4 - 0.5 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ 10 മിനിറ്റ്സ് ആണ്. സോ -1/2 ഇൻറ്റു -0.1 divided by 10 എന്ന് പറഞ്ഞാൽ 1/200 ആണ്. സോ ദി ആൻസർ ഇസ് 0.005 മോൾസ് പെർ ലിറ്റർ മിനിറ്റ് ഇൻവേഴ്സ് എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ നോക്കണം. 2A എന്ന് തന്നതുകൊണ്ടാണ് നമ്മളിവിടെ 1/2 എന്ന് ചെയ്തത്. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ആദ്യം പറഞ്ഞു what is chemical kinetics. It is a branch of chemistry which deals with the rate of chemical reaction, factors influencing chemical reaction and about the mechanism of chemical reaction എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാര്യമായ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ പറ്റി നമ്മൾ പഠിച്ചു തുടങ്ങി. എന്താണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് കൃത്യമായി മനസ്സിലാക്കി. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്റ്റ് പെർ യൂണിറ്റ് പെർ ടൈം ടേക്കൺ ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്തു. സോ ഇറ്റ് ഇസ് മോൾസ് പെർ ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് മനസ്സിലാക്കി. അത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണെങ്കിൽ ATM പെർ സെക്കൻഡ് ഇൻവേഴ്സ് ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ്, എന്തൊക്കെ രീതിയിലാണ് നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്. ഒന്ന് ആവറേജ് റേറ്റ് എന്ന് പറയാറുണ്ട്. നമ്പർ 2 ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്നും പറയാറുണ്ട്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് കൂടുതലായിരിക്കും. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് ആവറേജ് റേറ്റ്. പക്ഷേ ടൈം പീരിയഡ് അറ്റ് എ പെർട്ടിക്കുലർ സെക്കൻഡിലാണ് നമ്മൾ റേറ്റ് പറയുന്നത് എങ്കിൽ അത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷനും എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക എന്ന ടെക്നിക്ക് പഠിച്ചു. സിമ്പിളാണ്. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് കൂടെയാണ് ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷനും മെഷർ ചെയ്യാമെന്ന് പഠിച്ചു. ആവറേജ് റേറ്റിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അതിനുശേഷം നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യുക എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. 2 കേസാക്കി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആയ കേസും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഈക്വൽ അല്ലാത്ത കേസും കൃത്യമായിട്ട് പഠിച്ചു. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് ഈക്വൽ അല്ല എങ്കിൽ ഓരോ ടേമിനെയും അതാത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ -0.1 ഇട്ടിട്ടില്ല. കാരണം അത് റേറ്റ് ആയിട്ട് വരുമ്പോൾ പോസിറ്റീവ് ആവും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. സോ 2 പ്രോബ്ലം ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റിലെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണം, കൃത്യമായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളായാൽ കെമിക്കൽ കൈനറ്റിക്സിൻ്റെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന പാർട്ട് കംപ്ലീറ്റ് ആയി. Thank you.